പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുട്ടിൽ ഭാഗം, അതായത് നമ്മളെ കൽപ്പറ്റയിൽ നിന്ന് കറക്റ്റ് ഒരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മുട്ടിലടുത്താണ്. നമ്മളെ കാരാപ്പുഴ ഡാമിൽ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ്. നല്ലാറ വ്യൂ അടുത്താണ്. നമ്മളെ മുട്ടിൽ WMO ഓർഫനേജ് ഉണ്ട്. ഓർഫനേജിൻ്റെ തൊട്ടടുത്താണ്. പിന്നെ ആ ഒരു ഭാഗത്ത് നിങ്ങളിനി എങ്ങനെ വന്ന് അന്വേഷിച്ചാലും 1-1.25 കുറച്ച് ലാൻഡ് കിട്ടാനില്ല. സെൻറ്റ് വില കേട്ടോ ഞാൻ പറയുന്നത്. റോഡ് സൈഡാണ്, ഒരുപാട് റിസോർട്ടുകളുള്ള ഏരിയയാണ്. ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള നല്ല ഭൂമി, നിരന്ന ഭൂമിയാണ്. അതിലൊരു വീടുണ്ട്. ഇത് നമ്മൾ 2 ലാൻഡാട്ടോ, അതായത് 2 വ്യത്യസ്ത ഓണർമാരെ 2 ലാൻഡാണ് നമ്മൾ കാണിക്കുന്നത്. രണ്ടും ചേർന്ന് കിടക്കുന്നതാണ്. ഒന്നൊരു 55 സെൻറ്റ്, ഒന്ന് 30 സെൻറ്റ്, അങ്ങനെ ടോട്ടൽ 84 സെൻറ്റ് കൂട്ടിയാൽ മതി. 84 സെൻറ്റ് സ്ഥലം ഉണ്ടാവും. ഒന്ന് 30 സെൻറ്റ്, ഒന്ന് 54 സെൻറ്റ്. ഈ 30 സെൻറ്റും ഒരു വീടുണ്ട്. അതിൻ്റെ വില പറയുന്നത് 36 ലക്ഷം രൂപയാണ്. ഈ നമ്മൾ 54 സെൻറ്റ് ലാൻഡിന് സെൻറ്റിന് വില പറയുന്നത് 75, അതായത് 75,000 രൂപയാണ് സെൻറ്റ് വില പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ആ ലാൻഡ് ഒന്ന് കാണാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ ഈ ലാൻഡിലോട്ട് പോകുന്ന വഴിക്കാട്ടോ ഉള്ളത്. നല്ല ഒരു ഗ്രാമപ്രദേശമാണ്. നമ്മളെ ബസ് ഇറങ്ങിയിട്ട് കറക്റ്റ് 900 മീറ്റർ ഈ റോഡിന്, ഇപ്പം എൻ്റെ മുമ്പ് കാണുന്ന റോഡിന് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലാൻഡ് എത്തി. ഈ റോഡിന് ബസ് വരാറുണ്ട് കേട്ടോ. ഇതിലിപ്പം നമ്മളെ വഴിക്ക് തന്നെ ഒരു 6-7ഓളം റിസോർട്ടുകളുണ്ട്. നമ്മളെ ഈ പ്ലോട്ട് കഴിഞ്ഞാലും 2-3 വലിയ റിസോർട്ടുകളുണ്ട്. അവിടേക്കൊക്കെ ബസ്സുകൾ, വലിയ ബസ്സുകൾ, ടൂറിസ്റ്റുകളും കൊണ്ട് ഈ റോഡിന് വരാറുണ്ട്. നമ്മളിപ്പോൾ ലാൻഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ മുതൽ തുടങ്ങുകയാണ്. ഇപ്പം എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ലാൻഡ് ഉള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്മൾ കാണുന്ന 30 സെൻറ്റും വീടുമാണ് ഇപ്പം എൻ്റെ ലെഫ്റ്റ് കാണുന്നത്. ഇത് ഈ പറഞ്ഞ 30 സെൻറ്റും വീടുമാണ്. നമുക്കത് ലാസ്റ്റ് വീടിൻ്റെ ഉള്ളൊന്ന് കയറി കാണാം. ഈ വീട് കഴിഞ്ഞാൽ ഉടനെ ബാക്കിയുള്ള ലാൻഡാണ്. അത് ഈ പറഞ്ഞ മാതിരി 55 സെൻറ്റ് ലാൻഡ് വരുന്നുണ്ട്. ഒരു ടോട്ടൽ ഒരു 50-60 മീറ്ററോളം നമ്മൾ ഈ ഒരു ടാറിങ് റോഡ് നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. ഞാൻ നടക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലാട്ടോ ലാൻഡ് വരുന്നത്. ഈ റോഡ് ഇനി അങ്ങോട്ടൊരു 2-3 കിലോമീറ്ററും കൂടെ മേലോട്ട് പോകുന്നുണ്ട്. ഇവിടം വരെ നമുക്ക് ഏതാണ്ട് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. ടോട്ടൽ 85 സെൻറ്റ് ലാൻഡിന് ഏതാണ്ട് 60 മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഏരിയ. ഇതിങ്ങനെ ലാൻഡ് 55 സെൻറ്റ് ലാൻഡ് കിടക്കുകയാണ് ഇവിടെ. നമുക്കത് ഇറങ്ങി കാണാം. നമ്മൾ വീടിൻ്റെ മുന്നിൽ തന്നെ ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഒരു ചുറ്റുപാടൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. അത്യാവശ്യം ചെറിയ വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഏരിയയാണ്. ബസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ് വരുന്നു. അപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നാൽ പിന്നെ പറയുന്നതിനൊരു തെളിവുണ്ടല്ലോ. ഇത് ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുന്ന ബസ്സാണ് മേലെ റിസോർട്ടിലേക്ക്. അപ്പോൾ ഇവിടെ അനവധി ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം ടൂറിസം ബേസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ക്ലിക്കാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ലാൻഡ് ഒന്ന് ഇറങ്ങി കാണാം. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഏരിയയിൽ 10 കോല് കുഴിച്ചാൽ ഇവർ കുളം കുഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കിയൊരു ഏരിയ ആണ് കേട്ടോ ഇത്. അതായത് നമ്മൾ നേരത്തെ റോഡിൻ്റെ അവിടെ നിന്ന് വന്ന് ചെറിയൊരു ഇറക്കത്തിലേക്ക് വന്ന് പിന്നെയും ഭൂമി ഒരു കയറ്റത്തിലോട്ട് പോവാണ് കേട്ടോ. നടുക്ക് ചെറിയൊരു കുഴി പോലെയാണ്. 2 സൈഡും ഒരേ ലെവല്. ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെയും ബാക്കി കുറച്ചുകൂടെ ലാൻഡ് ഉണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സ്ഥലമാണ്. സ്ഥാനം കണ്ടതാണ്, കുളം കുഴിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാനം കണ്ടത്. ഈ 2 സൈഡും നിരപ്പാണ്. നടുക്ക് ചെറിയൊരു കുഴി പോലത്തെ ഏരിയയാണ്. അവിടെയാണ് നമുക്ക് വെള്ളം കിട്ടാൻ എളുപ്പവും. അങ്ങനെയാണ് ഈ ഭൂമിൻ്റെ ഒരു ഷേപ്പ് കിടക്കുന്നത്. നല്ല ലാൻഡാട്ടോ. പരിസരത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിലും നല്ല പ്രൈവസിയുള്ള നല്ല ലാൻഡാണ്. നമുക്ക് ഇവിടുന്ന് നെല്ലാറ വ്യൂ ഒക്കെ ഒരു 12 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നെല്ലാറ വ്യൂ എത്താം. ഇപ്പോൾ ഈ വൃത്തിയാക്കി കിടക്കുന്ന ലാൻഡ് നമ്മൾ ആ 30 സെൻറ്റ് വീടിൻ്റെ കൂടെ വരുന്നതിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ ബാക്കിയാണ് ഇത്.
ഇത് ഒന്ന് ചെത്തി കോരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കര ലാൻഡാട്ടോ. കവുങ്ങൊക്കെ കാണുമ്പോൾ വയലാന്ന് തോന്നുന്നുണ്ടാകും, പക്ഷേ പക്കാ കരയാണ്. നമ്മളാ വീടാണ് കാണുന്നത്. അതിൻ്റെ ബാക്കിലോട്ടുള്ള ലാൻഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളെ മുസ്ലിം ഓർഫനേജ് ഇവിടെ തൊട്ടടുത്താട്ടോ. 4-4.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുസ്ലിം ഓർഫനേജ് ഉണ്ട്. അവിടെ എല്ലാ ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയുള്ള എല്ലാ പഠിക്കാനുള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ട്. ഇത് വീടാണ്. വീടിൻ്റെ ഞാനിപ്പോൾ കാണിക്കുന്ന ഭാഗത്തേക്ക് കുറച്ചുകൂടെ ലാൻഡ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടേജ് കാണുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. വീട് മോശമില്ലാത്ത ചെറിയ വീടാണ്, പക്ഷേ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ്. കിച്ചൺ ഏരിയ ആണ്. വലിയൊരു ഡൈനിങ് ഹാളുണ്ട്. 3 ബെഡ്റൂമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും ലൈക്ക്